5 habits for best relationships. ഒന്നാമത്തെ ഹാബിറ്റാണ് ദ ആക്ട് ഓഫ് സർവീസ്. ഇപ്പോൾ എത്രമാത്രം മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കുന്നു, സർവീസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പല ജോലികൾ ഒരു വീട്ടിലുണ്ടാവും. ഇപ്പോൾ വീട്ടിലെ പണികളുണ്ടാകാം, ആഹാരം ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, വസ്ത്രം അലക്കുന്നത്, വസ്ത്രം അയൺ ചെയ്യുന്നത്, ധാരാളം ടാസ്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഒരാൾ ചെയ്യുന്ന ടാസ്കിൽ മറ്റേയാൾക്ക് സഹായം ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി ടൈമാണ് രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുറേ നേരം ഒരു വീട്ടിൽ ജീവിക്കുന്നു. പക്ഷെ എത്ര സമയം നമ്മൾ സംസാരിക്കുന്നുണ്ട്, അത് ക്വാളിറ്റി ടൈം നമ്മൾ രണ്ടുപേർ മാത്രം സംസാരിക്കുന്നുണ്ട്. ഇന്ന ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തെല്ലാം നന്മയുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഇങ്ങനൊരു 20 മിനിറ്റ് 1 മണിക്കൂറോ ഡെയിലി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യമാണ് പലപ്പോഴും ആളുകൾ ഇഗ്നോർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, കോംപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് എന്ന് പറയും. ഇപ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പോ ധാരാളം ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക, കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ഇതെല്ലാം ഹാബിറ്റാണ് അല്ലെങ്കിൽ ശീലമാണ്, ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കല്യാണത്തിന് ശേഷം ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ശീലം ഇല്ലാതെയാകും. അപ്പോൾ അത് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള ഡയമണ്ടോ അല്ലെങ്കിൽ നെക്ലേസോ ഒന്നും വേണമെന്നില്ല. ചെറിയൊരു പൂവായിരിക്കാം, ഒരു ചെറിയ ലെറ്റർ ആയിരിക്കാം, ഒരു നല്ല വാക്കായിരിക്കാം. നാലാമത്തെ കാര്യമാണ് അഫർമേഷൻ. ഇപ്പോൾ ഈ കുടുംബബന്ധങ്ങളിലൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്, എത്ര സ്നേഹമായിരുന്നു, എന്നോട് എപ്പോഴും ഐ ലവ് യു പറയൂ. 5 habits for best relationships. ഒന്നാമത്തെ ഹാബിറ്റാണ് ദ ആക്ട് ഓഫ് സർവീസ്. ഇപ്പോൾ എത്രമാത്രം മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കുന്നു, സർവീസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പല ജോലികൾ ഒരു വീട്ടിലുണ്ടാവും. ഇപ്പോൾ വീട്ടിലെ പണികളുണ്ടാകാം, ആഹാരം ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, വസ്ത്രം അലക്കുന്നത്, വസ്ത്രം അയൺ ചെയ്യുന്നത്, ധാരാളം ടാസ്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഒരാൾ ചെയ്യുന്ന ടാസ്കിൽ മറ്റേയാൾക്ക് സഹായം ചെയ്യാൻ സാധിക്കും. ക്വാളിറ്റി ടൈമാണ് രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുറേ നേരം ഒരു വീട്ടിൽ ജീവിക്കുന്നു. പക്ഷെ എത്ര സമയം നമ്മൾ സംസാരിക്കുന്നുണ്ട്, അത് ക്വാളിറ്റി ടൈം നമ്മൾ രണ്ടുപേർ മാത്രം സംസാരിക്കുന്നുണ്ട്. ഇന്ന ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തെല്ലാം നന്മയുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഇങ്ങനൊരു 20 മിനിറ്റ് 1 മണിക്കൂറോ ഡെയിലി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ കാര്യമാണ് പലപ്പോഴും ആളുകൾ ഇഗ്നോർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, കോംപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് എന്ന് പറയും. ഇപ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പോ ധാരാളം ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക, കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ഇതെല്ലാം ഹാബിറ്റാണ് അല്ലെങ്കിൽ ശീലമാണ്, ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കല്യാണത്തിന് ശേഷം ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ശീലം ഇല്ലാതെയാകും. അപ്പോൾ അത് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള ഡയമണ്ടോ അല്ലെങ്കിൽ നെക്ലേസോ ഒന്നും വേണമെന്നില്ല. ചെറിയൊരു പൂവായിരിക്കാം, ഒരു ചെറിയ ലെറ്റർ ആയിരിക്കാം, ഒരു നല്ല വാക്കായിരിക്കാം. നാലാമത്തെ കാര്യമാണ് അഫർമേഷൻ. ഇപ്പോൾ ഈ കുടുംബബന്ധങ്ങളിലൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്, എത്ര സ്നേഹമായിരുന്നു, എന്നോട് എപ്പോഴും ഐ ലവ് യു പറയൂ.